ജനങ്ങളിൽ കുറ്റകൃത്യങ്ങളോടുള്ള വെറുപ്പ് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാവണം കോടതികൾ ശിക്ഷാരീതികൾ വിധിക്കേണ്ടത് എന്ന് നീതി ആവശ്യപ്പെടുന്നു. 1980 ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ സുപ്രീം കോടതിയുടെ വിധികളാണിവ. ഏതൊരു പരിഷ്കൃത സമൂഹത്തിന്റെയും അടിത്തറ എന്നത് നീതിയുക്തമായ ഒരു നിയമവ്യവസ്ഥിതിയിലാണ്. അങ്ങനെ ഒരു നിയമ സംവിധാനത്തിൽ നിന്നുകൊണ്ട് പ്രതികാര നടപടി എന്നതിലുപരി ഒരു സമൂഹത്തിൽ ജനവിഭാഗങ്ങൾക്കിടയിൽ കുറ്റകൃത്യങ്ങൾ അനുവർത്തിക്കുന്നതിനോട് ഭയവും അവജ്ഞയും ഉളവാക്കുക എന്ന ഉത്തരവാദിത്തം കൂടിയാണ് വധശിക്ഷകൾ നടപ്പിലാക്കുന്നത്. സാമ്പത്തിക വശത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഹീനമായ കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിക്ക് വധശിക്ഷയ്ക്ക് പകരം ആജീവനാന്ത തടവ് ശിക്ഷ നൽകുന്നതിലൂടെ ആജീവനാന്ത വ്യക്തിയുടെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം മുതലായവയൊക്കെയും ചിലവ് വഹിക്കുക എന്ന ഉത്തരവാദിത്തം കൂടിയാണ് ഭരണകൂടങ്ങൾക്ക് മേൽ നിക്ഷിപ്തമാക്കപ്പെടുന്നത്. ഇരയാക്കപ്പെട്ട വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ കൂടി നികുതിപ്പണം നീതിന്യായ വ്യവസ്ഥിതിയിലൂടെ തന്നെ കുറ്റവാളിയായ വ്യക്തിയുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഉപയോഗിക്കപ്പെടുന്നു എന്നത് തീർച്ചയായും ക്രൂരമായ ഒരു വൈരുദ്ധ്യം തന്നെയാണ്. വളരെ ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തികൾക്ക് വധശിക്ഷ വിധിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഇരയാക്കപ്പെട്ട വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും, ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഓരോ പൗരന്മാർക്കും ലഭിക്കുന്ന സുരക്ഷിതത്വത്തിന്റെ ഉറച്ച ബോധ്യങ്ങൾ കൂടിയാണ്, ഉറച്ച ശബ്ദങ്ങൾ കൂടിയാണ് ഓരോ വധശിക്ഷ വിധികളും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വധശിക്ഷ എന്നത് കേവലം ഒരു പ്രതികാര നടപടിയല്ല, മറിച്ച് സമൂഹത്തിൽ ഭാവിയിലുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുവാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വധശിക്ഷയുടെ മേൽ നടന്നിട്ടുള്ള പഠനങ്ങളും കണക്കുകളും ചൂണ്ടിക്കാട്ടുന്നു. Season 9 Federal Bank Speak for India Kerala edition in association with Mathrubhumi.